അല്ലേ? ആ ഓക്കെ. ഹലോ ഗായ്സ്, മോർണിംഗ്സ്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 11:16 അല്ലല്ലോ, എത്ര, അതായത് 11:16 ഗൈസ്. സോ ഇന്ന് നമ്മൾ എടുത്ത് പോകുന്നൊന്നുമില്ല, വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ കാണിച്ചത്. എൻ്റെ ഡെയിലി ലൈഫ് ഇങ്ങനെ അല്ല ഗൈസ്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയാമെന്നുള്ള, പേഴ്സണലി അറിയാമെന്നുള്ളൊരു കുട്ടിയായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് ഇടോ, ഡേ ഇൻ മൈ ലൈഫ് ഇടോ എന്ന് പറഞ്ഞു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആണ് ഗൈസ്. ഓരോ ദിവസം, എല്ലാ ദിവസവും ഒരുപോലെ അല്ല. ഇപ്പോൾ ഒരു ദിവസം വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ആ ദിവസം അങ്ങനെയല്ല ഗൈസ്. ഐ മീൻ എന്താണ് പറയുന്നത്, അങ്ങനെയല്ല, സോറി തിരി ഗൈസ്. ഒരു ദിവസം ഇപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. സോ ആ ദിവസം ഇങ്ങനെ ഇപ്പം ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കും, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ ഇതല്ല, ഇങ്ങനെയല്ലേ അല്ലേയിരിക്കും. ഞാൻ എഴുന്നേൽക്കുന്നതിന് ലേറ്റായിരിക്കും. ഐ മീൻ ജിമ്മുള്ള ടൈം ഞാൻ ഭയങ്കര കറക്റ്റ് ആ ഒരു ഇതിൽ പോകും ഗൈസ്. ജിമ്മ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ. ഐ മീൻ എഴുന്നേൽക്കുന്നത് ഞാൻ മടി കുറഞ്ഞു. ഇപ്പം ഞാൻ മറ്റേത് മടിച്ച് കിടന്നങ്ങ് ഉറങ്ങും. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ജിമ്മില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം ഗൈസ്. ഓണമായതുകൊണ്ട് 4 ദിവസം ലീവ്, ഭയങ്കര വിഷമം. പിന്നെ വർക്കൗട്ടും ഇല്ല, എന്തെങ്കിലുമൊക്കെ പിന്നെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ചെയ്യും, അത്ര തന്നെ. സോ അപ്പം ഞാൻ ഇന്ന് വന്നത്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പറയാം. ഞാൻ ജസ്റ്റ് ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ, കാണിക്കുന്നതാണ്. സോ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം സംഭവം ഇത് മ്യൂസ്ലി, പിന്നെ സ്ലിം മിൽക്ക്, പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഉള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത് രാവിലെ. സോ ഇനി നമുക്ക് കുറച്ച് പണികൾ ഉമ്മ തന്നിട്ടുണ്ട്. പണികൾ എന്ന് പറയുമ്പോൾ, എനിക്ക് ഈ സ്ട്രെയിറ്റ് ക്യാമറ പിടിച്ച് ശീലമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തോ പോലെ ഒരു ഇത് തോന്നുക. ബട്ട് എല്ലാവരും പറയുന്നത്, ഐ മീൻ ഞാൻ വ്ളോഗ് ഇപ്പം തുടങ്ങിയത് തന്നെ കുറച്ച് 1 മാസം പോലും ആയില്ല ഗൈസ് വ്ളോഗ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെ പിടിച്ച് വ്ളോഗ് ചെയ്യണം. പക്ഷേ എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തോ പോലെ. അതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ സ്ട്രെയിറ്റായി പിടിച്ച് ഇടുമ്പോഴാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാവരും പറയുന്നത് വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പിടിക്കാനും. അപ്പോൾ ശരി, പിന്നെ അവരുടെ ഒപ്പീനിയൻ അങ്ങ് സാധിച്ചു കൊടുത്തു. സോ അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഇനി കുറച്ച് പണികളുണ്ട്. മുകളിൽ നമുക്ക് കുറച്ച് തുണികളെടുത്ത്, ഉണങ്ങിയ തുണിയെടുത്ത് അകത്തിട്ടതിന് ശേഷം കഴുകിയ തുണിയെടുത്ത് വിരിക്കണം. വിരിച്ചതിന് ശേഷം വാഷിംഗ് മെഷീനിൽ വേറെ കഴുകാനുള്ള തുണികളിടണം. സോ ഇതാണ് നമ്മുടെ പണി. മനസ്സിലായി കാണും എന്ന് വിചാരിക്കും. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് ഒന്ന് കേട്ട് നോക്കൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം. അതിന് മുമ്പ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തീർക്കണം. ഓക്കെ, എൻ്റെ അനിയൻ ഏരിയസ് പ്ലസിൻ്റെ ആ ഒരു എഫക്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുവാണ്. സോ ഗൈസ്, ഈ നട്ട്സ് ഇട്ട് കഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ചവച്ച് ലാഗ് എടുപ്പിക്കും ഗൈസ്. കാരണം ഒരുപാട് പംകിൻ സീഡ്, ചിയാ സീഡ്, ആ സീഡ്, മറ്റേ സീഡ്, മറിച്ച സീഡ്, എല്ലാ സീഡ്സും ഇല്ലാത്തതുണ്ട്. സോ രാത്രിയൊക്കെ കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ പണി കിട്ടും. ഐ മീൻ പല്ലിനിടയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ബ്രഷ് ചെയ്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ മോർണിംഗ് എടുത്തത്. ഞാൻ പറയുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അവിടെ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. ഇതാണ് സാധനം. എൻ്റെ പാപ്പായും ഇവനും ഒക്കെ, എൻ്റെ അനിയൻ, ഐ മീൻ ഇവൻ എന്ന് ഉദ്ദേശിച്ച എൻ്റെ അനിയൻ, പാപ്പായും അനിയനും ഒരുപോലെയാണ്. ഈ ബോക്സ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വണ്ടിയൊക്കെ ഓൾട്ടർ ചെയ്യാനും. ഒരു ബുള്ളറ്റ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ പാപ്പ 18 വയസ്സിൽ ഇറക്കിയാണ്. അത് ഞാൻ വേറെ വ്ളോഗിൽ ഇടുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മോർണിംഗ് നമ്മൾ ഇത്തിരി ഹെവി ഫുഡ് എടുക്കണം. മോർണിംഗ് നല്ല ഫുഡ്, നട്ട്സ് ഉള്ള ഫുഡ്, നല്ല ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ഉച്ചയ്ക്കും ഹെവി ആയിട്ട് മീൽ എടുത്തോ ഗൈസ്, കുഴപ്പമില്ല. ഓയിലി ആയിട്ടുള്ളതൊക്കെ ഒന്ന് കുറച്ചാൽ മതി. നൈറ്റ് വന്നിട്ട് നമുക്ക് നൈസ് ഫുഡ് എടുക്കണമായിരിക്കും നല്ലത്. നൈസ് ഫുഡ്, ഐ മീൻ നല്ല പെട്ടെന്ന് ഡൈജസ്റ്റിക് ആവാൻ പറ്റിയ ഫുഡ് എടുക്കണം. ദഹിച്ച് പോകാൻ പറ്റിയ ഫുഡ് എടുക്കണമായിരിക്കും നൈറ്റ് നല്ലത്. സോ ഇത് കഴിച്ചേച്ച് സമയം എടുക്കുന്നു ഗൈസ്. പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് പണിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പം മുകളിൽ പോയി തുണി വിരിക്കണം. വിരിച്ചിട്ട് തരാം ഗൈസ്. ഈ സൗണ്ടിൽ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ബൈ. ചവച്ച് വയ്യ ഗൈസ്. സോ ഇനി വീണ്ടും കഴിക്കണം. ഞാൻ
വീണ്ടും ഇതുപോലെ ഞാൻ ബായ് പറഞ്ഞു പോയിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ വരും, വീണ്ടും ഞാൻ ബായ് പറഞ്ഞു പോകും, വീണ്ടും വരും. അതാണ് ഇപ്പം എനിക്ക് ക്യാമറ പിടിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിലും കൈ വെച്ച് ഞാൻ ആക്ഷൻ കാണിച്ച് പറയും ഗൈസ്. സോ എനിക്ക് അതുകൊണ്ട് ഒറ്റയ്ക്കയിൽ ക്യാമറ ഇപ്പം ഇങ്ങനെ പിടിച്ച് സംസാരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ശീലമായി നമ്മൾ. അതായത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല ഗൈസ്, ശരിയാവുമായിരിക്കാം. ഇനി അങ്ങോട്ടും പോകുമ്പോൾ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാമല്ലോ. അപ്പം നമുക്ക് മോളിൽ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഈ കുപ്പി എടുത്തുകൊണ്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളം ഉണ്ടെന്ന് വെച്ച് എടുത്തുകൊണ്ട് വന്നതാണ് ഗൈസ്. ഇനിയിപ്പോൾ വീണ്ടും എന്തായാലും ഇപ്പോൾ താഴെ പോവും. സോ ഇവിടെ നിറയെ തുണികളാണ്, കണ്ടില്ലേ? ഫുൾ തുണികളാണ്, തുണികളോട് തുണികൾ. എനിക്ക് തോന്നുന്നു ഒരു ഷോപ്പ് തന്നെ നമുക്ക് ഇടാൻ പറ്റും. സോ ഗൈസ്, നല്ല വെയിലുണ്ട്. ആ സൈഡിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അവിടെ നിന്ന്. ആരാ അത്? സൂര്യൻ, വേറെ ആരുമല്ല. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. കൊള്ളാം, ഇവിടെ എല്ലാവരും ഉണ്ട് ഗൈസ്. ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട്, കണ്ടില്ലേ? ഇത് നമ്മുടെ ബാക്ക് വ്യൂ ആണ്. ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് വീടുകൾ അടുക്കിയിരിക്കുന്നുണ്ട്. സോ നമ്മളിവിടെ നിന്ന് തുണികൾ പറക്കാൻ വന്നിരിക്കുവാണ്. പറക്കിയിട്ട് കാണാം ഗൈസ്. ഇത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് എടുക്കട്ടെ. എനിക്ക് ക്യാമറ പിടിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ എടുത്തിട്ട് വരാം. നമ്മളെല്ലാം പുറക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതെല്ലാം കൊണ്ടിട്ടിട്ട് അടുത്ത സെറ്റ് നമുക്കൊന്ന് വിരിക്കണം. തുണികൾ കൊണ്ടിങ്ങനെ കൂടിയത് കൊണ്ടേ വീട്ടിലും അന്ന് ഒരിടയ്ക്ക് നല്ല മഴയായിരുന്നില്ലേ? സോ അപ്പം കെട്ടിയ ആശയായത് ഉമ്മ. പിന്നെ ഇതൊരു ഉപകാരമായി. നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് വരുന്ന ഡ്രസ്സൊക്കെ വേർപ്പോടെ ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിരിച്ചിടാൻ പറ്റും. നല്ല ഇതാണ്. എൻ്റെ ഫേവറേറ്റ് പാട്ടൊക്കെ എൻ്റെ അനിയൻ താഴെ ഇട്ടിരിക്കുക. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്തത് വിരിക്കണം. സോ ഞാൻ എല്ലാം വിരിച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടൊക്കെ വരാം ഗൈസ്. ഇല്ലെങ്കിൽ ക്യാമറ പിടിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ ലേറ്റ് ആവും. സോ പണിയൊന്നും നടക്കത്തുമില്ല. സോ അപ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പണിയൊക്കെ തീർന്നു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ ക്യാമറ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റണമെന്നൊന്നും അറിയത്തില്ല. താഴെ പാട്ടിട്ടിരിക്കുവാണ്. സോ ഇനി നമുക്ക് താഴെ പോവാം. പതുക്കെ നമുക്ക് താഴെ ഇറങ്ങാം. ഫുൾ കണ്ടില്ലേ തുണികളുടെ കൂമ്പാരമാണ് ഗൈസ്. എൻ്റെ ബോട്ടിൽ എടുക്കട്ടെ, എനിക്കിതില്ലാതെ ഒന്നുമില്ല. ഇതെൻ്റെ സ്കൂളിലെ പിള്ളേർക്ക് അറിയാം ഇതിന് ഞാൻ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, താഴെ ഇറങ്ങാം. നമുക്കിനി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ലൈഫ്, കണ്ടില്ലേ? അല്ല, ലൈഫ് എൻ്റെ ഡേ. ചില സമയം നമ്മൾ കൂടുതലും പുറത്തായിരിക്കും, ചില സമയം വീട്ടിലായിരിക്കും. അങ്ങനെയാണ്. പിന്നെ കൂടുതലും ഡേയ്സിൽ പുറത്തായിരിക്കും ഗൈസ്. ഇന്ന് വീട്ടിലായതുകൊണ്ട് ഞാൻ വീട്ടിൽ കാണിക്കാം എന്ന് വിചാരിച്ച് വ്ളോഗ് ചെയ്യാൻ എന്ന് വിചാരിച്ചതാണ്. ചില സമയം ഒട്ടും മൂഡ് കാണത്തില്ല വ്ളോഗ് ചെയ്യാൻ, ചില സമയം ഭയങ്കര മൂടായിരിക്കും വ്ളോഗ് ചെയ്യാൻ. അങ്ങനെയാണ്. അപ്പം ശരി, ഞാൻ വരാം. അവൻ വാഴയിലെ പാട്ടിട്ടിരിക്കുവാണ്. വാഴയെപ്പറ്റി പറയുവാണെങ്കിൽ രക്ഷയിലൊക്കെ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡി എല്ലാം കൊണ്ട് മിക്സ്ഡ് സോങ് ഫിലിമാണ്. എനിക്കിഷ്ടമായി, നല്ല ഫിലിമാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാ ഇവിടെ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് റെഡിയാകുമ്പോൾ മുമ്പ് വിളിക്കും. സോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് കാണിച്ചു തരാം. ഫുഡ് ഐറ്റംസ്, പിന്നെന്താണ് ഒന്നുമില്ല ഗൈസ്. ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക. ട്രാക്ക് മാറ്റി പിടിച്ചിരിക്കുവാണ് ഗൈസ്. നമ്മൾ അണ്ണൻ്റെ പാട്ടിട്ടിരിക്കുവാണ്. എൻ്റെ അനിയൻ അവിടെ നിന്നൊരു സ്റ്റെപ്പ് ഇട്ടതായി ഗൈസ്, കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഇത് സോങ് നല്ല വൈബാണ് ഗൈസ്, നല്ല ഇടിയുള്ള സോങ്ങാണ്. നമുക്ക് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട്
ഞാൻ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ പാട്ട് കേൾക്കാറുണ്ട് ഗൈസ്. നല്ല ഇടിയാ ഗൈസ്, നല്ല ഇടിയാ. ഐ മീൻ നല്ലൊരു വൈബ് സോങ്. അവനെന്തോ അവിടെ പണി ചെയ്യുക, സംഭവം ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുവാണ്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി ചെയ്യാറുണ്ട്, കണ്ടില്ലേ അവിടെ കാണിക്കുന്നത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിതാ ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട് ഗൈസ്. ചോറ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. വേറൊന്നുമല്ല, നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഗൈസ്. ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ അങ്ങനെ ഇത് തന്നെ ഗൈസ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാം, വേറെ അങ്ങനെ ഒന്നുമില്ല. സോ ഇതൊരു സ്പെഷ്യൽ അല്ലേ. സോ അപ്പം കഴിച്ചിട്ട് ഞാൻ വരാം ഗൈസ്. കഴിച്ചിട്ട് ബാക്കി ഇനി അങ്ങോട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്. ടൈം 1 മണിയായിട്ടുണ്ട് ഗൈസ്. ഇതോ ഫുഡ് കഴിക്കുവാണ്. 24 hours ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കും. ഉപ്പും മുളകും അഡിക്റ്റാണ് ഗൈസ് ഇതിന്. പുതിയ എപ്പിസോഡ് പഴയ എപ്പിസോഡ് എല്ലാം ഇട്ടിട്ട് റിവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും ഗൈസ്. എന്ത് ചെയ്യാനാ, നമ്മളും കൂടെ കാണും. ഹേ ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഫുൾഫില്ലായിപ്പോയി ഗൈസ് വേറെ. ഇനി നമ്മൾ കുറച്ച് പാത്രം, കുറച്ചല്ല, ഒരു 3 പ്ലേറ്റും ഒരു ചോറ് വെച്ച കലവും, ഇത് 3 കഴുകാനുള്ളൂ. സോ ഞാനൊന്ന് കഴുകിയിട്ട് വരാം ഗൈസ്. ഓ എന്തുവാണ് ഡാമോ ഗൈസ്, എൻ്റെ പൈപ്പിനൊരു കുഴപ്പമുണ്ട്. ഐ മീൻ അടുക്കളയിലെ പൈപ്പിന്. സോ നമ്മളങ്ങനെയെല്ലാം സെറ്റാക്കി ഗൈസ്, കഴുകി തീർന്നിരിക്കുവാണ്. ഈ പൈപ്പിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുമ്പം ഈ ഡാം തുറന്നു വിട്ട് കണക്ക് വരും വെള്ളം, കണ്ടില്ലേ? കുറച്ചും കൂടി കണ്ടോ, തറ ഫുൾ ചളവായി ഗൈസ്, പുറം ഫുള്ളായി, ഷോളൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ പൈപ്പിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നേരത്തെ ഞാൻ എൻ്റെ അനിയൻ വന്ന് ഇങ്ങനെ തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തോടാ ഡാമോ, അപ്പോൾ അവൻ പറഞ്ഞു അതിന് ഞാനും പറയാൻ പറഞ്ഞത്. ഇനിയിപ്പം ഉമ്മ പറഞ്ഞതിന് മുമ്പേ തുടച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കത്തം പോകുകയാ. സോ നമ്മൾ ജസ്റ്റ് തുടച്ചു സെറ്റേ. അപ്പം ഇതിന് കുറച്ചേ കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല വെയിലുണ്ട് ഗെയ്സ്, വെയിലുണ്ട്. അപ്പം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പുറത്ത് പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഗെയ്സ് നമ്മൾ റൂമിൽ വന്നിരിക്കുവാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വെള്ളം കയറിയോ? ഓ, സർവീസ് ചെയ്ത് വെള്ളം കയറി എന്നൊക്കെ പറയുവാണ്. അതെന്താ അങ്ങനെ? അല്ലേ എന്തെങ്കിലും പറ. ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുവായിരുന്നു ഇത്രയും നേരം, ബോറടിച്ചിരിക്കുവാ ഗൈസ് ഞാനിവിടെ. അല്ലേ ഗൈസ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ബട്ട് എന്നാലും എൻ്റെ കൂടെ അവസ്ഥ ഗൈസ്, അവസ്ഥ ഞാൻ പറയണത് എന്തുവാണ്, വീട്ടിലിങ്ങനെ ഇരിക്കരുത് ആരും. പറക്കണം ഗൈസ്, നിങ്ങൾ തగ్గടിക്കുക ഗൈസ് എൻ്റെ ബ്ലഡി. ഇനി എന്തുവാണ്, എന്തൊക്കെ പറയണം എന്നൊക്കെ വന്ന് മറന്നുപോയി ഗൈസ്. എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ വരും. ഇപ്പൊ എന്റെ കാക്ക കൊണ്ട് ഡൊമിനാർ കൊണ്ടുവിട്ടേ ഉള്ളൂ. എടാ പോടാ, നിർത്തി പോടാ എവിടെയെങ്കിലും. എനിക്ക് ഷർട്ട് കൂടി തന്നു. എന്തൊക്കെയാടാ നീ പറയുന്നേ? സോ ഗൈസ് നമ്മളിപ്പം നമ്മളിന്ന് ഒരിടത്ത് പോണില്ല ഗൈസ്, പറയാൻ പറ്റില്ല, ഓരോ മൂഡനുസരിച്ചിരിക്കും. ചിലപ്പം പോവും, ചിലപ്പോൾ പോവില്ല. അപ്പോൾ അത്ര ഞാൻ വരാം, ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ ബൈ. ഹലോ ഗൈസ്, സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. പണിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക. പോസ്റ്റാ, ഭയങ്കര പോസ്റ്റാ. ഓണ വെക്കേഷൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് കുറച്ച് ശോകമായി പോയി ഗൈസ്, ഭയങ്കര ശോകമായിപ്പോയി. പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുക, ഒരിടത്തും പോകുന്നുമില്ല, എന്താണെന്നറിയില്ല. പിന്നെ ഒരു കാര്യം, ഡെയിലി നമ്മൾ പോയി ഒരു ദിവസം പോകാതിരിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, ഒരുമാതിരി തോന്നും. ഡെയിലി പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്.
വല്ലപ്പോഴും പോകാതെയൊക്കെ ഇരിക്കണം അല്ലോ അല്ലേ, എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, നമുക്കിപ്പോൾ പ്രെയർ ടൈമാണ്. ഇനി അതൊക്കെ അത് കുറച്ച് മുമ്പേ കഴിഞ്ഞതേ ഉള്ളൂ പ്രെയറൊക്കെ. ഇനി നമ്മളിങ്ങനെ ഇരിക്കുക, അടുത്ത് എന്ത് ചെയ്യണം. ജിമ്മില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം ഗൈസ്. എൻ്റെ 4 ദിവസത്തെ ഫിറ്റ്നസ് തെറ്റി കിടക്കുക. ഐ മീൻ എൻ്റെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന അത് പോയി കിടക്കുക. തിരിച്ച് പിടിക്കണം എനിക്ക്. എന്തായാലും ഞാൻ നാളെയും കൂടി ഞാൻ ക്ഷമയോടെ ഇരിക്കും. മറ്റന്നാൾ മുതൽ എനിക്ക് തിരിച്ച് പിടിക്കണം. മറ്റന്നാൾ ജിം ഓപ്പൺ ആവും. ഈ 4 ദിവസം വേണ്ടിയായിരുന്നു ഈ ലീവ്. ഒരു 3 ദിവസമായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ വല്ലാത്തൊരു പണിയായിപ്പോയി ഗൈസ്. സോ ജിമ്മുമില്ല, മൊത്തത്തിലൊന്നുമില്ല, ശോകം, വീടും സൈലൻറ്റ്. മമ്മി ഇവിടെ ഇരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. പാപ്പ അവിടെ ഇരിക്കുന്നു, അനിയൻ മുകളിലിരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഒരു പണിയുമില്ല. അല്ലെങ്കിൽ ഒരു 100 കൂട്ടം പണികളായിരിക്കും. അത് ചെയ്യാൻ ഇത് ചെയ്യണം. പക്ഷെ ഇന്നായപ്പോൾ ഒരു പണിയുമില്ല. പോസ്റ്റ് അടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ പണിയൊന്നും കാണില്ല. ഫുൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ പണിയോട് പണിയായിരിക്കും. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് സംസാരിക്കാമെന്ന്. അപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫുൾ ഷോക്കാണ്. പുറത്ത് പോകുമ്പോഴാണ് കുറച്ച് വൈബ്. വീട്ടിൽ ഇതുപോലെയാണ്. രാവിലെ എഴുന്നേൽക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കിച്ചണിൽ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഉമ്മ ചെയ്യും, ഉമ്മ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഹെൽപ്പ് കുറച്ച് കൂട്ടിക്കൊടുക്കും. അബദ്ധത്തിൽ പറ്റിപ്പോകുന്നതാണ് കേസ്. സോ ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യും. പിന്നെ മെയിൻ പരിപാടി എനിക്ക് എഡിറ്റിംഗ് ആണ്. ചിലപ്പോൾ ജിമ്മിലെടുക്കുന്ന ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ജിമ്മുള്ള ടൈം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കും, ഫ്രഷാവും, ഡ്രസ് ചേഞ്ച് ചെയ്യും, ജിമ്മിലേക്ക് പോകും. ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ തന്നെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ജിമ്മിൽ കിടന്ന് കുറച്ച് നല്ല വർക്കൗട്ട് ചെയ്യും. കാരണം ഞാൻ കാർഡിയോ ജിമ്മും ഒക്കെ എടുത്തിട്ടുണ്ട്. ഫുൾ വർക്കൗട്ട് ഞാൻ തീർത്തിട്ടേ സ്കൂൾ ഇല്ലാത്ത ദിവസം ഞാൻ ഇറങ്ങുള്ളൂ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഞാൻ നേരത്തെ 5:30 ഇവിടെ നിന്ന് എണീറ്റ് പോകും. നേരത്തെ കുട്ടി വർക്കൗട്ട് തീർക്കാൻ നോക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വെപ്രാളപ്പെട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് വേണ്ടിയാണെന്നുള്ള ബോധം നമുക്ക് വേണം. സോ നേരത്തെ കുട്ടി ഞാൻ നല്ലപോലെ ചെയ്ത് വർക്കൗട്ട് തീർക്കാൻ നോക്കും. കൈ കഴിക്കുന്ന കേസ് പിടിച്ച്. സോ സ്കൂള് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഒരു 7 മണിക്കൊക്കെ പോകത്തുള്ളൂ. എന്നിട്ട് വരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും. ഞാൻ പറയില്ലേ, ഫുൾ വർക്കൗട്ട് തീർത്തിട്ടേ ഞാൻ വരത്തുള്ളൂ. എന്നിട്ട് ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ഫുഡ് കഴിക്കും, TV കാണും, മൊബൈലിൽ കുറേ എഡിറ്റിങ് ചെയ്യും. ഫോട്ടോസും വീഡിയോസ്, ജിമ്മിൽ എടുത്ത ഫോട്ടോസ് അങ്ങനെയൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇടും. പിന്നെ നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്കും, കുളിക്കത്തില്ലെങ്കിൽ കുളിക്കത്തില്ല. അങ്ങനെയാണ് ഗൈസ്. കാരണം കുളിക്കുന്നെങ്കിൽ കുളിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എന്താണ്, കുറച്ച് പഠിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് അപ്പോൾ എൻ്റെ ഉമ്മ എന്നെ നോക്കുക ഗൈസ്. അങ്ങനെ നോക്കും ഗൈസ്. കാരണം ഞാൻ മുകളിൽ എന്താണ് ചെയ്യുന്നത് താഴെ ഇരിക്കുന്നത് ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവരെന്ത് പറയും, ഇവർ വിചാരം ഞാൻ പഠിക്കുന്നില്ല ഗൈസ്. എനിക്കങ്ങനെ അത്യാവശ്യം പഠിക്കാൻ ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു ടെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ എടുത്ത് പഠിക്കും ഗൈസ്. അല്ല ചുമ്മാ പഠിച്ചുകൊണ്ട് നടക്കത്തില്ല. ഞാൻ പഠിക്കത്തില്ല എന്നല്ല, കുറച്ചൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകും ഗൈസ്. പിന്നെ ട്യൂഷനുള്ള ദിവസങ്ങളിൽ ട്യൂഷൻ പോകും ഗൈസ്. വൈകിട്ട് ട്യൂഷൻ പോകും. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പിന്നെ ട്യൂഷൻ പോകും. ട്യൂഷൻ പോയിട്ട് ട്യൂഷൻ 5:30 ആണെങ്കിൽ ഞാൻ തിരിച്ചു വരുന്ന 7:30-8 മണിക്കൊക്കെ തിരിച്ച് വരും. എന്നിട്ട് പിന്നെ വീട്ടിൽ വരും, വീട്ടിൽ ഫുഡ് കഴിക്കും. പിന്നെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ, അതായത് ഹോം വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെയാണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ ഫുൾ ബിസി ആയിരിക്കും. കാരണം രാവിലെ എഴുന്നേറ്റ് 5:30 ഞാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ച് ഒരു 7-7:30 ആകുമ്പോൾ തിരിച്ച് വരും. എന്നിട്ട് ഫ്രഷായി ഫുഡ് കഴിച്ച് യൂണിഫോം ഇട്ട് റെഡിയായി നേരെ സ്കൂളിൽ പോകും. സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ 5:30 ട്യൂഷനുണ്ട്. 4:30 ഞാൻ തിരിച്ചെത്തും. എനിക്ക് 1 മണിക്കൂർ കൊണ്ട് എനിക്ക് റെഡിയാവണം. സോ 4:30 തിരിച്ച് വരും. 1 മണിക്കൂറല്ല, 1/2 മണിക്കൂർ കൊണ്ട് റെഡിയാവണം. 4:30 തിരിച്ച് വന്ന് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ നേരെ ട്യൂഷൻ പോകും. അങ്ങനെ. അപ്പം ഈ സ്കൂളുള്ള ദിവസം കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ പോകും.
സ്കൂളില്ലാത്ത ലീവ് ദിവസങ്ങളൊക്കെ ഓരോ ദിവസവും എനിക്കിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഇന്നായിരിക്കില്ല, ഇന്ന് നടക്കുന്ന പോലെ ആയിരിക്കില്ല നാളെ. ഇപ്പം ഇന്ന് ഫുൾ പോസ്റ്റാണ് ഞാൻ, നാളെ ചിലപ്പോൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും, ഇന്ന് ഫുൾ പോസ്റ്റാണ്. സോ അങ്ങനെയാണ്. ഇനി നമുക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞ് കാണാം. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൈസ്. എനിക്ക് ഹാപ്പിയാണ് ഗൈസ്. ഞാനപ്പോൾ വിചാരിച്ചു എൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്കും കൂടി ഒന്ന് അറിയിക്കാമെന്ന്. സോ ഗൈസ്, നാളെ ജിം ഓപ്പൺ ആവാൻ പോകണമെന്ന് മെസ്സേജ് വന്നു ഗൈസ്. നാളെ, അതായത് 4 ദിവസം ലീവായിരുന്നു. സൺഡേ ഓൾറെഡി നമുക്കൊരു ലീവ് ഉണ്ട് അല്ലെങ്കിലും സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഈ 4 ദിവസമാണ് ലീവ് പറഞ്ഞിരിക്കുന്നത്. അതായത് നാളെ ട്യൂസ്ഡേ ആണ്. സോ നാളെ റീ ഓപ്പൺ ചെയ്യുവാണെന്ന് ഇപ്പോൾ എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു. എൻ്റെ സങ്കടം എൻ്റെ മുകളിലിരിക്കുന്ന റബ്ബ് കണ്ടു ഗൈസ്. അൽഹംദുലില്ലാഹ്, താങ്ക് ഗോഡ്. സന്തോഷമായി. കാരണം ഈ 3 ദിവസം നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യാതിരുന്നപ്പോഴേ ഗൈസ് വീട്ടിൽ ഭയങ്കര മടിയാണ്. വീട്ടിൽ നമ്മൾ പറയും വീട്ടിൽ ചെയ്യാം, വീട്ടിലിരിക്കില്ല, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന്. പക്ഷെ മടിയാണ് ഗൈസ്, വീട്ടിൽ നമ്മൾ ചെയ്യത്തില്ല. എന്നെപ്പോലുള്ളവരാണെങ്കിൽ ഞാൻ നല്ല മടിയാണ്, വീട്ടിൽ എനിക്ക് ചെയ്യാൻ മൂഡ് വരത്തില്ല. ജിമ്മിൽ പോകുമ്പോഴേ നമുക്ക് ആ ഒരു എനർജി, ആ ഒരു ഇതൊക്കെ എനിക്ക് ജിമ്മിൽ പോകുമ്പോഴേ വരത്തുള്ളൂ. വീട്ടിൽ ഞാൻ ചെയ്യൂല, വെറുതെയാണ്. സോ അപ്പം താങ്ക് യു. ഇത്ര 3 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ എൻ്റെ മസിൽസൊക്കെ കണ്ടില്ലേ ഡള്ളായിപ്പോയി. അതിന് എന്നോട് ചോദിക്കുകയാണ് എന്താണ് എന്നെ ഇങ്ങനെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാത്ത എന്നിങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചുമ്മാ തളർന്നതാണ് ഗേസ്. അങ്ങനെയല്ല, ഒരു രസം, ഇതൊക്കെ സന്തോഷം കൊണ്ട് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സോ അതാണ് സത്യം. അപ്പം നാളെ സെറ്റാണ് ഗേസ്. നാളെ രാവിലെ എനിക്ക് പോകണം, വർക്കൗട്ട് ചെയ്യണം, കട്ട വർക്കൗട്ട് ആയിരിക്കണം. സോ അപ്പം ഞാൻ ഇനി എന്താണ്, അതാണ് എൻ്റെ ഹാപ്പിനെസ്. എല്ലാവരും പറയും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരേ എന്ന്. നമുക്ക് ഈ ഹാപ്പിനെസ് തരുന്നത് ആരാണ്? മുകളിലൊരാളുണ്ട്, നമ്മുടെ റബ്ബ്. ഞാനൊരാളെ വിശ്വസിക്കുന്നുണ്ട്. സോ എന്താണ്, ഹാപ്പിനെസ് നമുക്ക് തരുവാണ്. സോ ആ ഹാപ്പിനെസ് ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ ഒരുപാട്, ഇപ്പം പേഴ്സണലി എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. റിലേറ്റീവ്സ് അല്ലാതെ എൻ്റെ ഫ്രണ്ട്സുണ്ട്, അല്ലാതെ എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സസ് ഉണ്ട്. അല്ലാതെ എന്താണ്, ഇപ്പോൾ ജിമ്മിൽ തന്നെ ഒരുപാട് ചേച്ചിമാർ, നല്ല നല്ല ചേച്ചിമാർ, എന്ത് കാര്യമാണെന്നറിയോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കണ്ടതിൽ ചിലവർക്ക് നമ്മുടെ ഹാപ്പിനെസ്, ചിലവർക്കൊക്കെ ഭയങ്കര ഒരു അസൂയ പോലെ, ജലസി പോലെ എടുക്കും. ചിലർക്ക് ഭയങ്കര അസൂയ. അത് ഫാമിലിയിൽ തന്നെ ഉണ്ട് കേസ്, ഒരുപാട് പേര്. അത് ഞാൻ ഒരുപാട് പേര് നമുക്ക് ചിലരിൽ തന്നെ അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ മറ്റുള്ള ഒരാളിട്ട് നമ്മുടെ ഹാപ്പിനെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവരൊരുമാതിരി ഓ തന്നെ, പക്ഷെ ഉള്ളിൽ വേറെ ആയിരിക്കും. ചിലർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിയുമ്പോഴത്തേക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. നമ്മൾ ചിലരുടെ ഭാവത്തിലും രീതിയിലും നമ്മൾ പറയുമ്പം അവരുടെ ആ ആക്ഷൻസിലും അവരുടെ ഇതിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഗൈസ്. അവർ നമ്മുടെ ഹാപ്പിനെസ് അവർക്കത്ര പിടിക്കുന്നില്ല. നമ്മളെപ്പോഴും ഇതായിരിക്കണം. മനുഷ്യന്മാരാണ് ഗൈസ്. ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. സോ നമ്മളതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മളെങ്ങനെയാണ് പോകേണ്ടത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അത് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഈ ലോകത്ത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഈ ലോകത്ത് എനിക്ക് 3 പേരെ മാത്രം പേടിച്ചാൽ മതി. 3 പേര് പറയുന്നത് ഞാൻ അക്സെപ്റ്റ്, ഒരാൾ പറയില്ല, അല്ല, ആ ഒരു രീതിയിൽ ഞാൻ അങ്ങ് പോകും പ്ലീസ്. ഒന്നെൻ്റെ മുകളിലിരിക്കുന്ന പടച്ചവൻ്റെ ഇതില്ലാതെ എനിക്ക് ലൈഫിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. പടച്ചവൻ്റെ ഇതില്ലാതെ ഞാനിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പടച്ചവനെ പറഞ്ഞപ്പോൾ പതുക്കെ തലയിൽ ഷോളൊക്കെ എടുത്തിട്ട്, അങ്ങനെയല്ല ഗൈസ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ. സോ മോളിൽ നിന്ന് ഒരാൾ ഹാപ്പിനെസ് തരാതെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കത്തില്ല അല്ലേ. പിന്നെ 2 എൻ്റെ ഉമ്മ വാപ്പ, അവർ പറയുന്നതേ ഞാൻ കേൾക്കത്തുള്ളൂ, അവർ പറയുന്നതേ അനുസരിക്കത്തുള്ളൂ. സോ അവർക്കിപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ വ്ളോഗ് എടുക്കുന്നത്
എൻ്റെ വേറെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സപ്പോസ് അങ്ങനെ വെച്ചോ, നീ ബ്ലോഗ് എടുക്കണ്ട, ഇങ്ങനെയൊന്നും ബ്ലോഗ് ഇടണ്ട, എന്തിനാണ് ഈ ബ്ലോഗൊക്കെ എന്ന്. അപ്പോൾ എനിക്ക് അവരോടൊന്നും പറയാനില്ല. കാരണം എനിക്ക് പെർമിഷൻ തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയും അപ്പായുമാണ്. മനസ്സിലായില്ലേ? സോ അവരെ മാത്രം ഞാൻ അനുസരിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്ന മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നെ പേഴ്സണലി അറിയാമെന്നുള്ളവർ പറയും, ഈ ഫാൻ ഇട്ടിരുന്ന ഇതാണ് ഗൈസ് കുഴപ്പം. അപ്പോൾ എന്നെ പേഴ്സണലി അറിയാമെന്നുള്ളവർ എടുത്ത് ചോദിച്ചാൽ അറിയാം, ഞാൻ ഡെയിലി പറയുന്ന ഒരു ഡയലോഗാണിത്. ഐ ഡോണ്ട് കെയർ എന്ന്. എൻ്റെ ഫ്രണ്ട്സ് സ്കൂളിൽ തന്നെ പറയും. ഇപ്പോൾ അവൾമാർ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പം, എടി നീ ഇപ്പം ഞാൻ അവരെ സമാധാനപ്പെടുത്തും, എടി നീ അതൊന്നും കേൾക്കാൻ പോകില്ലേ, അവരെങ്ങനെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് പോട്ട്, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പറയാം. അവർക്ക് നമ്മളെങ്ങനെയെങ്കിലും ഒരുമാതിരി ആക്കാനാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇപ്പം ഒരാൾ നമ്മളിങ്ങനെ ഇവളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം, ഇവളെ നമുക്ക് ഇങ്ങനെ കുത്തി പറയും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം നമ്മളപ്പോൾ അവരുടെ മുമ്പ് ഇങ്ങനെ ഓ അങ്ങനെ ചെയ്തത് ശരിയാണ്, എനിക്ക് പേടിയാവണം, അല്ലെങ്കിൽ നമുക്ക് വിഷമം നമ്മൾ അവരുടെ മുമ്പ് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ അവരത് മുതലെടുക്കും, അവർ ഹാപ്പിയാവും. അങ്ങനെ ഇപ്പം നമ്മളെ തളർത്തിയിട്ട് അവരെങ്ങനെ ഹാപ്പി ആകണ്ട. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കേസ്? നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ അവരെ ഇങ്ങോട്ട് ഒരാൾ വന്ന് നമ്മളെ ഒരുമാതിരി പറഞ്ഞാക്കുമ്പോൾ നമ്മൾ അങ്ങ് അവർ ആ പറയുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് എക്സ്പ്രഷൻ ഇടാൻ പോവാതെ മര്യാദയ്ക്ക് നോക്കൂ കേസ്, മര്യാദയ്ക്ക് നോക്കൂ. പിന്നെ അവരാക്കാൻ വരില്ല. പിന്നെ അവർ പറയും ഓ നമ്മളെന്തെങ്കിലും കാണിച്ചാൽ അവളിങ്ങനെ ഇരിക്കും. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം ബ്ലോഗറാണ് ശിവ. സോ അവളടുത്തും ഞാൻ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഒരുമാതിരി പറയുമ്പം നമ്മളത് കിട്ടി പേടിച്ച് ഓ എടി ഇങ്ങനെ ഒക്കെ പറയണടി, നമ്മളത് ബോധപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മളെങ്ങനെയാണെന്ന്. അതുപോലെ നമ്മളെ ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ അറിയാം നമ്മളെങ്ങനെയാണെന്ന്. മുകളിലൊരുത്തനുണ്ട്, അവനറിയാം നമ്മളെങ്ങനെയാണെന്ന്. അവരെയൊക്കെ വിശ്വസിപ്പിച്ചാൽ മതി, വേറെ ആരെയും വിശ്വസിപ്പിക്കാൻ പോകേണ്ട ആവശ്യമില്ല ഗൈസ്. ബാക്കി ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. നമ്മളെങ്ങനെയാണോ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് ഇനി എങ്ങനെ പോകും, നമ്മുടെ രീതിയിലുള്ളത് നമ്മളങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുന്നത് കേട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? കീപ് ഗോയിങ് ഗൈസ്, കീപ് ഗോയിങ്. സോ അപ്പോൾ ഞാൻ വന്നത് പിന്നെ എന്തായിരുന്നു പറഞ്ഞു വന്നത്, ഞാൻ എവിടെയൊക്കെ പോകുന്നറിയാം. ഹാപ്പിനെസ്. സോ ചിലർ പറയും ഹാപ്പിനെസ് നിങ്ങൾ ഉള്ളിലൊതുക്കിയിരിക്കണം, പുറത്ത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക്. പക്ഷേ അതൊക്കെ ഒരു സന്തോഷമല്ല ഗൈസ്, നമ്മുടെ ഹാപ്പിനെസ്. അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മളെ പേഴ്സണലി അറിയാമെന്നുള്ളവർ, നമ്മളെ ഇഷ്ടമുള്ളവർ നമ്മുടെ ഹാപ്പിനെസ് കാണുമ്പോൾ അവർ സന്തോഷിക്കും. അല്ലാത്തവർ സന്തോഷിക്കേണ്ട, അവിടെ അങ്ങനെ ഇരുന്നാൽ മതി. ഐ ഡോണ്ട് കെയർ. ഓക്കെ. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഗൈസ്, പിന്നെ അവർ ഒന്നും പറയാനും വരില്ല. അവരിങ്ങനെ കിളിപോയകളൊക്കെ ഇരിക്കുകയും ചെയ്യും. പറയുന്നത് ആരെപ്പറ്റിയാണെന്നൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലായിരിക്കാം. എന്തായാലും ഐ ഡോണ്ട് കെയർ. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇനി നൈറ്റ് ഡിന്നർ കഴിക്കണം. രാവിലെ കഴിച്ച സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും ഞാൻ ഡിന്നറായിട്ട് കഴിക്കുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇപ്പം തന്നെ ലോങ് വീഡിയോ ആയിട്ടുണ്ട് ഇത്രയും പറഞ്ഞ്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വല്ല ഷോർട്സ് ആക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. ഇനി നാളെ രാവിലെ നമുക്ക് കാണാം ഗൈസ്. അത് ഇത് ആർക്ക് അയച്ചു കൊടുക്കണം, എങ്ങനെ അയച്ചു കൊടുക്കും? ഒരു മിനിറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഗൈസ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെന്താണ് ആ ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ കൊടുക്കൂ ഗൈസ്. ഓക്കെ, ബൈ. ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, യുവർ ഓപ്ഷൻ. ഓക്കെ, ബൈ.